तथाप्येकान्तभक्तेषु पश्य भूपानुकम्पितं यन्मे असूंस्यत च साक्षात् कृष्णो दर्शनमागत. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഏവരിലും തുല്യകാരുണ്യവാനാണെങ്കിലും ഞാൻ ജീവൻ ത്യജിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ അദ്ദേഹം കൃപാപുരസരം എൻ്റെ അരികിൽ ആഗതനായി. എന്തെന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അചഞ്ചലനായ സേവകനാണ്. ഭാവാർത്ഥം: ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏവരോടും സമഭാവന പുലർത്തുന്നവനാണ്. പൂർണ്ണമായും ശരണം പ്രാപിച്ച ഭഗവാന്റെ പൂർണ്ണ സംരക്ഷണത്തിൽ മാത്രം വിശ്വസിച്ച് അചഞ്ചലമായ ഭക്തിയോടുകൂടി സേവിക്കുന്നവരോട് ഭഗവാൻ പ്രത്യേകം മനച്ചായ്വ് കാണിക്കാറുണ്ട്. അനശ്വരമായ ജീവിതത്തിൻ്റെ പരിപൂർണമായ ആശ്രിതാവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് ജീവാത്മാവ് അത്യധികം സന്തോഷവാനാകുന്നത്. സർവേശ്വരൻ്റെ ഇച്ഛാനുസൃതമായി അപ്രകാരമാണ് ജീവസത്തകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വിപരീതമായ പ്രവണതയാണ് അധപ്പതനത്തിന് കാരണം. ഭൗതിക പ്രകൃതിയുടെ മേൽ അധീശത്വം സ്ഥാപിക്കാൻ പൂർണ്ണ സ്വതന്ത്രനാണെന്ന് സ്വയം തെറ്റിദ്ധരിക്കുന്നതിലൂടെയാണ് അധപ്പതിക്കാനുള്ള പ്രവണത ജീവസത്തകൾക്കുണ്ടാകുന്നത്. സ്വാർത്ഥലാഭമാണ് എല്ലാ പ്രവൃത്തികളുടെയും അടിസ്ഥാനമെന്ന മിഥ്യാശാസ്ത്രമാണ് സർവ്വകുഴപ്പങ്ങൾക്കും മൂലഹേതു. ഏതു സാഹചര്യത്തിലായാലും ഭഗവാനിൽ ആകർഷിതനാകണം. ഭഗവാന്റെ അചഞ്ചല ഭക്തനാകയാലാണ് ഭീഷ്മദേവന്റെ ശരശയ്യയ്ക്ക് സമീപം ശ്രീകൃഷ്ണ ഭഗവാൻ ആഗതനായത്. ഭഗവാൻ അർജുനന്റെ മാതുലപുത്രനാകിയാൽ അർജുനന് ശ്രീകൃഷ്ണ ഭഗവാനുമായി കുടുംബപരമായ ചാർച്ചയുണ്ട്. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന് ഭീഷ്മദേവനുമായി അത്തരത്തിലുള്ള യാതൊരു ബന്ധവുമില്ല. ആകയാൽ ആത്മാവുമായുള്ള ഉറ്റബന്ധമാണ് ആകർഷണത്തിനുള്ള കാരണം. ശരീരവുമായി ബന്ധപ്പെട്ട ചാർച്ച അത്യധികം ഹൃദ്യവും സ്വാഭാവികമാണെങ്കിലും നന്ദമഹാരാജാവിൻ്റെ പുത്രനെന്നോ യശോദാസുതനെന്നോ രാധാറാണിയുടെ പ്രിയതമനെന്നോ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഭഗവാൻ അത്യധികം സംതൃപ്തനാകുന്നത്. ഭഗവാനുമായുള്ള അന്യോന്യ പ്രേമഭക്തിയുടെ സേവനത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ് ഭഗവാനുമായി ശാരീരിക ചാർച്ചയാലുള്ള ഈ ബന്ധുത്വം അഥവാ സാധർമ്മ്യം. ഈ അതീന്ദ്രിയ മനോവൃത്തിയുടെ മാധുര്യത്തെക്കുറിച്ച് ബോധവാനാണ് ഭീഷ്മർ. ആകയാൽ അദ്ദേഹം ഭഗവാനെ നന്ദനന്ദനൻ, യശോദാനന്ദനൻ എന്നിവയ്ക്ക് സദൃശ്യങ്ങളായ വിജയസഖ്യെ, പാർത്ഥസഖ്യെ എന്നിങ്ങനെ അഭിസംബോധന ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു. ആധികാരിക ഭക്തർ മുഖേന ഭഗവാനെ സമീപിക്കുകയാണ് അതീന്ദ്രിയ മാധുര്യത്തിൽ നമ്മുടെ ബന്ധം സ്ഥാപിക്കാനുള്ള ഉചിതവും ശ്രേഷ്ഠവുമായ മാർഗം. ഭഗവാനുമായുള്ള നമ്മുടെ വിസ്മൃത ബന്ധത്തെ സുസ്ഥാപിക്കാൻ ഒരിക്കലും നേരിട്ട് യത്നിക്കരുത്. നമ്മെ ഉചിത പജ്ഞാവിലൂടെ നയിക്കാൻ തക്ക സമർത്ഥവും സുതാര്യവുമായ മാധ്യമം നിശ്ചയമായും ഉണ്ടായിരിക്കണം. ഭഗവാൻ കൃഷ്ണനെ ഭീഷ്മര് ഇതിനകം നമുക്ക് വിവരിച്ചു മുന്നത്തെ ശ്ലോകങ്ങളിലൊക്കെ. അതായത് ഭഗവാൻ കൃഷ്ണൻ ആ പരമദിവ്യോത്തമ പുരുഷനായ വ്യക്തിത്വമാണെന്നും അതുപോലെ തന്നെ എല്ലാവരുടെ ഹൃദയത്തിലും സന്നിഹിതനാണെന്നും എല്ലാവരോടും ഒരുപോലെ തന്നെ ദയുള്ളവനാണ്. അതുകൊണ്ട് എന്ത് ചെയ്താലും തുല്യമായി സന്തുലിതനാണ്. അതുപോലെ ഭൗതികമായ എല്ലാ കാര്യത്തിൽ നിന്നും ഭഗവാൻ മുക്തനാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭീഷ്മദേവൻ തൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ പോകുമ്പോൾ ഭഗവാൻ കൃഷ്ണനെ തൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പം അത് വിവരിക്കുകയാണ് ഭീഷ്മദേവൻ ഇവിടെ. ഇത് ഭഗവാൻ കാണിക്കുന്ന ഒരു വളരെ സവിശേഷമായൊരു കാരുണ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭീഷ്മൻ തൻ്റെ ആ സ്ഥാനത്തെ പറ്റി പറയുന്നത്, അതായത് തൻ്റെ അചഞ്ചലനായ ദാസൻ എന്നാണ് ഭീഷ്മർ തൻ്റെ ആ സ്ഥാനത്തെ പറയുന്നത്. ഏകാന്ത ഭക്തേഷു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈതന്യ ചരിതാമൃതത്തിലും പറയുന്നുണ്ട്, ജീവയുടെ സ്വരൂപമായ കൃഷ്ണയുടെ നിത്യദാസ. ആ ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ നിത്യദാസനാകുക എന്നതാണ് ജീവാത്മാവിൻ്റെ ഭരണഘടനാപരമായ സ്ഥാനം എന്ന് പറയുന്നുണ്ട്. ശ്രീല വിനോദ ഠാക്കൂർ ഈ വാക്യങ്ങളെ എങ്ങനെയാണ് വിവരിച്ചേക്കുന്നത് വെച്ചാൽ, അതായത് സനാതന ഗോസ്വാമി ഒരിക്കൽ ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിക്കുക, അതായത് ഞാൻ ആരാണ്? അപ്പോൾ നീ ഒരു ശുദ്ധമായ ജീവിയാണ്. ഈ സ്ഥൂല ശരീരമോ മനസ്സു ബുദ്ധി അങ്ങനെ ചേർന്ന ഈ ഒരു സൂക്ഷ്മ ശരീരമോ അല്ല. വാസ്തവത്തിൽ നീ ഈ ഒരു ആത്മാവിൻ്റെ ഭാഗമാണ്, ഒരാത്മാവാണ്. നിത്യമായിട്ട് പരമാത്മാവായ ആ ഭഗവാൻ കൃഷ്ണൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നീ അവൻ്റെ നിത്യദാസനാണ്. അപ്പോൾ കൃഷ്ണൻ്റെ ആ പ്രാന്തശക്തിയിൽപ്പെട്ടവനാണ് നീ എന്നാണ് പറയുന്നത്. നമുക്കറിയാം 2 ലോകങ്ങളാണുള്ളത്. അതായത് ആത്മീയ ലോകമുണ്ട്, ഭൗതിക ലോകമുണ്ട്. അപ്പോൾ
ഭൗതികവും ആത്മീയവുമായ ശക്തികൾക്കിടയിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഭൗതികവും ആത്മീയവുമായ ലോകവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ആ തടസ്ഥ ശക്തി എന്ന് വിളിക്കുന്നത്. ഭഗവാനുമായിട്ട് ഒന്നായും വ്യത്യസ്തനായും ഒരേ സമയം നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആത്മാവായതുകൊണ്ട് നമ്മൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനുമായുടെ അതായത് ആ ഭഗവാന്റെ ഗുണങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ആ ആത്മാവിൻ്റെ വളരെ ഒരു സൂക്ഷ്മമായ അംശമായതുകൊണ്ട് ആ ഒരു കണിക, അതായത് ആ ഒരു അളവിൽ നമുക്കറിയാം, ആ കടലിലെ ആ ഒരു തുള്ളി വെള്ളത്തിലെ ഉപ്പും കടലിലെ ആ വെള്ളം എടുക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ ആ ഒരു വ്യത്യാസം, അളവിൽ ആ വ്യത്യാസം എപ്പോഴും ഉണ്ടായിരിക്കും ഭഗവാനും നമ്മൾക്കും. അതുകൊണ്ട് ഒരേ സമയം നമ്മുടെ സ്ഥാനം പരമാത്മാവിനോട് ഒന്നായും വ്യത്യസ്തമായിട്ടും കാണും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് സൂര്യൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെ ചെറിയ കണികകളും അതുപോലെ ജ്വലിക്കുന്ന അഗ്നിയുടെ ആ ഒരു ചെറിയ കണികകളും അതൊക്കെയാണ് ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ശ്ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദർ പറയുന്നുണ്ട്, അതായത് പരമദിവ്യോത്തമ പുരുഷനെ വിശദീകരിക്കുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏവരോടും സമഭാവന പുലർത്തുന്നവനാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പൂർണ്ണമായും ശരണം പ്രാപിച്ച ഭഗവാന്റെ പൂർണ്ണ സംരക്ഷണത്തിൽ മാത്രം വിശ്വസിച്ച് അചഞ്ചലമായ ഭക്തിയോടെ കൂടി സേവിക്കുന്നവരോട് ഭഗവാൻ പ്രത്യേകം മനച്ചായ്വ് കാണിക്കാറുണ്ട് എന്നും പറയുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും നിലപാടും ഇതാവണം. അതായത് ഭഗവാനല്ലാതെ, ആ കൃഷ്ണനല്ലാതെ മറ്റൊരു സംരക്ഷകൻ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും. അതായത് നമ്മുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ, അതുപോലെ നമ്മുടെ കുറേ വെൽവിഷേഴ്സ്, അതുപോലെ നമ്മളോട് സ്നേഹമുള്ളവർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും പ്രിയപ്പെട്ടതായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും നമ്മളോടുള്ള ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് ആ മായയുടെ അടുത്തതയിൽ മാത്രമാണ്. കാരണം നമുക്കറിയാം എല്ലാവരും ഈ ഒരു മായയുടെ പിടിയിലാണ്. അപ്പോൾ ഈ ലോകത്ത് ആളുകളൊന്നും ഈ ഒരു സത്യം അറിയുന്നില്ല. കാരണം നമ്മളെല്ലാവരും നമ്മുടെ യഥാർത്ഥ സത്വത്തെക്കുറിച്ച് അജ്ഞതയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളുടെ പിടിയിലാണ്. അതിനാൽ ആ ഒരു ബാഹ്യശക്തിയുടെ സ്വാധീനത്തിൽ നമ്മുടെ ബോധം ഇങ്ങനെ ആശയക്കുഴപ്പത്തിലായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ശരിയായ സ്നേഹം നമുക്ക് മറ്റൊരാളോട് ഒരിക്കലും പ്രകടിപ്പിക്കാനായിട്ട് കഴിയില്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഇതന്നെ, അതായത് ത്രിപിൾ ഗുണമയ വൈരേബി സർവമിതം ജഗത് മോഹിതം നാമി ജാനാതി മാമേദ്യ പരമവ്യം. അതായത് ത്രിഗുണങ്ങളാൽ, അതായത് സത്വം രജസ് തമസ് വ്യാമോഹിതരായ ഈ ലോകം ഇവയ്ക്ക് അധീനനും അവ്യനുമായ എന്നെ അറിയുന്നില്ല. അപ്പോൾ ഭഗവാന് അതുകൊണ്ടാണ് നമുക്ക് ഭഗവാനെ പറ്റി അറിയാൻ സാധിക്കാത്തത്. അത് ഭഗവാൻ തന്നെ അർജുനോട് പറയുന്നുണ്ട്. നമ്മളപ്പോൾ അതുകൊണ്ട് ഞാൻ സുരക്ഷിതനല്ല. അപ്പോൾ ആ ഒരു സുരക്ഷിതം, അതായത് ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ബന്ധു, സുഹൃത്തോ ആരെങ്കിലും ആയി കാണുന്ന ഒരാൾക്ക് നമുക്ക് സംരക്ഷണം കൊടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തമായ സ്ഥാനം നമ്മുടെക്ക് ശരിക്കൊരു സ്വന്തം സ്ഥാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും മറ്റൊരാൾക്ക് സംരക്ഷണം കൊടുക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. അപ്പോൾ ഈ ഭൗതിക പ്രകൃതിയുടെ ആ ത്രിഗുണങ്ങൾക്ക് അതീതനായ എല്ലാവർക്കും യഥാർത്ഥ സംരക്ഷണം നൽകാൻ കഴിയുന്ന വ്യക്തി ആരാണ്? ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എന്താ, യജൈവ സ്വാതികാഭാവ താമസാഞ്ചയെ മത്ത ഏവേദി താൻ വിദ്ധി നത്വഹം തേഷു തേമയ. അതായത് സാത്വികങ്ങളും രാജസികവും താമസികവുമായ എല്ലാ അവസ്ഥകളും എൻ്റെ ശക്തിയുടെ ബഹിസ്ഫുരണങ്ങളാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരർത്ഥത്തിൽ അവയെല്ലാം ഭഗവാൻ തന്നെയാണെങ്കിലും ഭഗവാൻ എന്ന് പറയുന്നത് അവയ്ക്ക് അധീനമല്ല. കാരണം എന്താ, ഭഗവാൻ ഈ ഭൗതിക ഗുണങ്ങളൊന്നും ബാധിക്കുന്നില്ല. കാരണം ഭൗതിക ഗുണങ്ങളെല്ലാം ഭഗവാനിലാണ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാതും, പ്രകൃതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആ ത്രിഗുണങ്ങൾക്കനുസൃതമായാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ത്രിഗുണങ്ങളെല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത് എങ്കിലും ഭഗവാൻ ഒരിക്കലും ഇതൊന്നും ബാധിക്കുന്നില്ല. അതായത് പറയാം, ഇപ്പോൾ രാജ്യത്തിൽ ഒരാൾ ശിക്ഷിക്കപ്പെടും നിയമങ്ങൾ വെച്ച്. പക്ഷേ
ആ നിയമകർത്താവായ രാജാവിന് അത് ബാധകമല്ലാത്ത പോലെ ഈ ഭൗതിക പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങൾ, സത്വം, രജസ്, തമസ്, ഈ ഗുണങ്ങളൊന്നും ഭഗവാനിൽ നിന്നാണ് ഇതെല്ലാം വരുന്നെങ്കിലും ഭഗവാൻ ഒരിക്കലും ഈ ഭൗതിക പ്രകൃതിക്ക് അതീതനാകുന്നില്ല. അതായത് അദ്ദേഹം നിർഗുണനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ ഈ ഗുണങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത്, പക്ഷേ അതൊരിക്കലും ഭഗവാനെ ബാധിക്കുന്നില്ല. അപ്പോൾ ഭഗവാന്റെ ആ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ആ ഒരു വിവിധമായ സവിശേഷതകളിൽ ഒന്നാണ് ഇത് എന്നാണ് പറയുക. അപ്പം ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏവരോടും സമഭാവന പുലർത്തുന്നവനാണ്. അതുപോലെ തന്നെ പൂർണ്ണമായും ശരണം പ്രാപിച്ച ഭഗവാന്റെ സംരക്ഷണത്തിൽ മാത്രം വിശ്വസിച്ച് അചഞ്ചലമായ ഭക്തിയോടുകൂടി സേവിക്കുന്നവരോട് ഭഗവാൻ പ്രത്യേകം മനച്ചായ്വ് കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, എന്ത് സമൂഹം സർവഭൂതേഷു നമേ ദ്വേഷാസ്തി നപ്രിയ യേ ഭജന്തേതു മാമക്തേ മൈതേതേഷു ചാഭ്യഹം. എന്താ പറയുന്നത്? എനിക്കാരോടും അസൂയയില്ല, പക്ഷാതാപവും ഇല്ല. എല്ലാത്തിനോടും ഭഗവാന് ആ ഒരു സമഭാവനയാണുള്ളത്. പക്ഷെ എന്താ, ഭക്തി പുരസ്സരം ആരാണ് എന്നെ സേവിക്കുന്നത് അയാൾ എൻ്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്, ഞാൻ അവനിൽ അധിവസിക്കുന്നു എന്നാണ് എന്ത് പറയുക ഭഗവാൻ തന്നെ പറയുന്നത്. അചഞ്ചലായ ഭക്തർ, അങ്ങനെയുള്ള ഭക്തർക്ക് എപ്പോഴും ആ ഒരു പരിഗണന എപ്പോഴും ഭഗവാൻ കൊടുക്കും. അതിനാൽ ഇവിടെ ഈ ശുദ്ധമായ ഭക്തിയുത സേവനം ചെയ്യുന്ന ആ ഒരു അചഞ്ചലായ ഭക്തരെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ കാരണം ഇവിടെ എന്താ, ഭീഷ്മൻ എന്ന് വെച്ചാൽ ആരാ? ഭീഷ്മപിതാമഹൻ ഭഗവാന്റെ അങ്ങനെയുള്ള ആ ഒരു അചഞ്ചലായ അങ്ങനെയുള്ള ഭക്തന്മാരിൽ ഒരാളാണ്. അപ്പോൾ ഭഗവാൻ അങ്ങനെയുള്ള ഭക്തരോട് എപ്പോഴും ഒരു ചായ്വുണ്ടോ, അവരുടെ ആ ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഭക്തർ ഭഗവാനെ മാത്രമാണ് എപ്പോഴും പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഭഗവാൻ സംരക്ഷണം കൊടുക്കുന്നു. കാരണം ഭക്തർക്കറിയാം എനിക്ക് സംരക്ഷണം തരുന്നത് ഭഗവാനാണെന്ന്. അതുപോലെ തന്നെ മരണസമയം പറയുകയാണെങ്കിൽ മരണസമയത്ത് ആ ഒരു യഥാർത്ഥ സംരക്ഷണം നൽകാനായിട്ട് മറ്റാർക്കും കഴിയില്ല, ഭഗവാന് മാത്രമേ സാധിക്കൂ എന്ന് അവർക്കറിയാം. നമുക്ക് മരണസമയത്ത് നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആർക്കും നമുക്ക് നമ്മളെ സഹായിക്കാൻ കഴിയില്ല. ഈ ലോകത്തുള്ള ആർക്കും ഒരിക്കലും നമ്മളെ മരണസമയത്ത് രക്ഷിക്കാനോ സഹായിക്കാനോ ഒന്നും സാധിക്കില്ല, അത് ഭഗവാന് മാത്രമാണ് സാധിക്കുകയുള്ളൂ. ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, എന്ത് പരമപുരുഷനായ ഭഗവാന്റെ തൻ്റെ സംരക്ഷകനും സുഹൃത്തും യജമാനനുമായി അചഞ്ചലമായി വിശ്വസിക്കുക എന്നതാണ് നിത്യജീവിതത്തിൻ്റെ സ്വാഭാവിക അവസ്ഥ. സർവശക്തൻ്റെ ഇച്ഛാശക്തിയാൽ ഒരു ജീവാത്മാവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് എന്താണ്, അപ്പോൾ ഭഗവാനാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് അവൻ അങ്ങനെയുള്ളൊരു ജീവാത്മാവ് എങ്ങനെയാണ് സ്വയം ആ ഒരു പൂർണ്ണമായ ആശ്രയത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ ഭഗവാനിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ മാത്രമാണ് നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഭഗവാന്റെ സംരക്ഷണം നേടുക എന്നത് സ്വാഭാവികമാണ്. കാരണം ആത്മീയ തലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ശരിക്കും മായയുടെ പിടിയിലാണ്. കാരണം നമ്മളുടെ ഈ ഒരു ശരീരം എന്ന് പറയുന്നത് എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാൻ വെറും താൽക്കാലികം മാത്രമാണ്. ഈ സൃഷ്ടിയുടെ പരിപാലനവും നാശവും ഇതൊക്കെ ഉള്ളതുപോലെ ഈ അങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു ഭൗതിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ രജോഗുണത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് സൃഷ്ടിയാണ്. സത്വഗുണമാണ് അതിനെ പരിപാലനം ചെയ്തുകൊണ്ട് പോകുന്നത്. തമോ ഗുണം അതിനെ നശിപ്പിക്കുന്നു. അപ്പം അങ്ങനെ ഈ ശരീരവും നശിക്കും. അതായത് നമുക്ക് ജനിക്കുന്നു, തുടർന്ന് നമ്മൾ ശരീരത്തിനെ പരിപാലിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ, അതായത് ഈ ശരീരം ഇങ്ങനെ നിലനിന്ന് പോകുന്നു, അത് കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ശരീരം നശിച്ചു പോകുന്നു. അപ്പോൾ ഈ ശരീരം ഇനി നിലനിർത്താൻ പറ്റില്ല എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ നാശം. പക്ഷേ ആത്മീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് വ്യത്യസ്തമാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ആത്മാവാണ്. അങ്ങനെയുള്ളത് തികച്ചും വ്യത്യസ്തമാണ് ഇതിൽ നിന്ന്, ഈ ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന്. അപ്പോൾ അതാണ് പറയുന്നത്, അതായത് അനശ്വരമായ ജീവിതത്തിൻ്റെ പരിപൂർണമായ ആശ്രിതാവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് ജീവാത്മാവ് അത്യധികം സന്തോഷവാനാകുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു അങ്ങനെ ഒരു ഇച്ഛാനുസൃതമാണ്, അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം
ആത്മീയ ജീവിതത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ അതാണ്. ഭഗവാനിൽ ആ പൂർണ്ണമായ ആശ്രയം, ഭഗവാനെ മാത്രം ആശ്രയിച്ച് നിലനിൽക്കുക. കാരണം ഭൗതികമായ ഈ ജീവിതം എന്നാൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ആശ്രയിക്കാം. എനിക്ക് ചിലവരെ കാരണം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലവരെ നമുക്ക് കൂടുതൽ ആശ്രയിക്കാം, ചിലവരെ നമുക്ക് അത്രയ്ക്ക് ആശ്രയിക്കാൻ പറ്റില്ല, ചിലവരെ നമുക്കൊരു പരിധി വരെ ആശ്രയിക്കാം. അപ്പോൾ എല്ലാത്തിനും അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്, ഓരോരുത്തരും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് എപ്പോഴും 100% നമ്മൾ ലൈഫ് ലോങ് ആശ്രയിക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടാവില്ല. കാരണം ഒരാളും പൂർണ്ണമായിട്ടും സുരക്ഷിതനല്ല. അപ്പം നമ്മുടെ സ്വന്തം സ്ഥാനം, ഓരോരുത്തരുടെയും സ്ഥാനവും അസ്ഥിരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൗതിക ശരീരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ ഒരു മായാശക്തിയിലാണ് ഈ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഭൗതിക ശരീരം കൈവശമുള്ള ആരുടെ സ്ഥാനവും ഒരിക്കലും സുരക്ഷിതമല്ല. അപ്പോൾ ഈ സ്വന്തം സ്ഥാനം സുരക്ഷിതമാകാത്ത ഒരാൾക്ക് മറ്റുള്ളവരുടെ സ്ഥാനം സുരക്ഷിതമാക്കാനോ അവരെ സംരക്ഷിക്കാനോ ഒന്നും കഴിയില്ല. പിന്നെ പ്രഭാതർ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇതിനൊക്കെയുള്ള വിപരീതമായ ആ ഒരു പ്രവണതയാണ് നമ്മുടെ ആ ഒരു അധപ്പതനത്തിനും നാശത്തിനും കാരണമാകുന്നത്. കാരണം നമ്മൾ ഈ ഒരു ഭൗതിക പ്രകൃതിയുടെ മേൽ നമ്മൾ ആ ഒരു ആധിപത്യം സ്ഥാപിക്കുകയാണ്. നമ്മൾ പൂർണ്ണമായിട്ട് സ്വതന്ത്രരാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മൾ ഈ ഭൗതിക പ്രകൃതിക്ക് മേൽ അങ്ങനെ ഒരു എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് നാശം ഉണ്ടാകുന്നത്. അത് ഭഗവാനോടുള്ള ആ ഒരു അസൂയ മൂലമോ അല്ലെങ്കിൽ ഭഗവാനോടുള്ള ആ ഒരു ഭഗവാനെ പോലെ ഭരിക്കുക, എല്ലാം നിയന്ത്രിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും, അങ്ങനെയുള്ളൊരു ആഗ്രഹം നമുക്ക് വരുമ്പോഴാണ് അപ്പോൾ നമുക്ക് എല്ലാവരുടെയും നമുക്ക് തോന്നും അങ്ങനെയുള്ളവർക്ക്, അതായത് എല്ലാത്തിൻ്റെയും നിയന്ത്രാവ് ഞാനാണ്, എല്ലാതും എന്നിൽ നിന്നാണ് വരുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ നമ്മൾ ഭഗവാനെ അങ്ങനെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ്, ഭഗവാനുമായി മത്സരിക്കാൻ ശ്രമിക്കുമ്പോഴും അപ്പോൾ നമ്മൾ ഭഗവാനെ ഇങ്ങനെ മറക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒരു ജീവസത്തയുടെ പതനത്തിന് കാരണമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്വാർത്ഥലാഭം ആണ് എല്ലാ പ്രവൃത്തികളുടെയും ആ ഒരു മിഥ്യയും എല്ലാത്തിനും കാരണം, എല്ലാതും തന്നെയാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലായാലും നമ്മൾ എപ്പോഴും ഭഗവാനിൽ മാത്രം ആകൃഷ്ടനായിട്ട് എപ്പോഴും ഭഗവാനെ മാത്രം ആശ്രയിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം എന്ന് പറയുന്നത് ആ ഒരു അഹങ്കാരമാണ്. ഭഗവാനിൽ നിന്ന് സ്വതന്ത്രനാകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുക, അതുപോലെ തന്നെ ഭഗവാന്റെ ആ സ്ഥാനം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുക, ഭഗവാനെ പോലെ അനുകരിക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള ഉണ്ടാകുമ്പോൾ ആ ഭഗവാനെ പൂർണ്ണമായി ആശ്രയിക്കുക എന്ന നമ്മുടെ ആ ഒരു യഥാർത്ഥ ബോധത്തെ മൂടുന്ന ഒരു അഹങ്കാരം നമുക്കുണ്ടാവുകയാണ്. അതുകൊണ്ട് ഭഗവാന്റെ സംരക്ഷണത്തിൽ സുരക്ഷിതമാകുക എന്നാൽ എല്ലാ സാഹചര്യങ്ങളും ആ പരമപുരുഷനായ ഭഗവാനിലേക്ക് അടുക്കുക എന്നതാണ്. അതാണ് നമ്മളെ ഭീഷ്മദേവൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ഭഗവാന്റെ അചഞ്ചല അത്രയും വലിയ ഭക്തനാണ് ഭീഷ്മദേവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഭീഷ്മദേവൻ്റെ മരണസമയത്ത് ആ ശരിശയ്ക്ക് സമീപം ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്നത്. അതുകൊണ്ട് ഒരാൾ എപ്പോഴും എല്ലാ സാഹചര്യത്തിലും ഒരു ശുദ്ധഭക്തനാണെങ്കിൽ പരമദിവ്യത്വം പുരുഷനായ ഭഗവാനെ എപ്പോഴും നമ്മളെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് എപ്പോഴാണ് ആ ഭൗതിക ശരീരം ഭക്തനെ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ. കാരണം ആ ഒരു മരണസമയം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിലൊരു നിർണായക നിമിഷമാണ്. അപ്പോൾ പിന്നെ ഇവിടെ പറയുന്നുണ്ട്, അതായത് ഭഗവാൻ എന്ന് പറയുന്നത് അർജുനൻ്റെ മാതുലപുത്രനാണ്. അപ്പോൾ അർജുനന് ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് കുടുംബപരമായ ആ ഒരു ബന്ധം ഉണ്ടാകുന്നു. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാന് ഭീഷ്മദേവനുമായിട്ട് അങ്ങനെയുള്ള ഒരു ബന്ധവും ഇല്ല. കാരണം കൃഷ്ണൻ പാണ്ഡവരെ സഹായിക്കുമ്പോൾ നമുക്ക് പറയാം, ചിലർ പറയാം ഇപ്പോൾ കൃഷ്ണൻ പാണ്ഡവരുമായിട്ട് ബന്ധുവാണ് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഭഗവാൻ അങ്ങനെ ആ ഒരു ശാരീരിക ബന്ധത്തിൻ്റെ അടിസ്ഥാനമല്ല. കാരണം ഭഗവാൻ എന്ന് വെച്ചാൽ ഭൗതിക ശരീരമില്ല, അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ ഭഗവാൻ തൻ്റെ ആ ലീലകൾക്ക് വേണ്ടി ദേവകിയുടെയും വസുദേവൻ്റെയും ഒക്കെ മകനായി വരുന്നു. അതുപോലെ തന്നെ അപ്പോൾ വസുദേവനും കുന്തിദേവിയും ബന്ധുക്കളാണ്, സഹോദരിയാണ്. അതുകൊണ്ട് കുന്തിദേവിയുടെ പുത്രരായ പാണ്ഡവനും ഭഗവാനും വസുദേവൻ്റെ പുത്രനായ കൃഷ്ണനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം വരുന്നു. പക്ഷേ അങ്ങനെ മാതൃസഹോദരനായിരുന്നു, അങ്ങനെയൊക്കെയാണെങ്കിലും ഭീഷ്മർ അങ്ങനെയല്ല. ഭീഷ്മരെ സംബന്ധിച്ച് അത്തരം ഒരു ശാരീരിക ബന്ധവും ഭീഷ്മദേവന് ഇല്ല. അപ്പോൾ പ്രഭുപാദർ പറയുന്നുണ്ട്, ഭീഷ്മയുടെ കാര്യത്തിൽ
ആകർഷണത്തിന് കാരണം ആത്മാവിൻ്റെ ഉറ്റബന്ധമായിരുന്നു. അപ്പോൾ ആ ഭീഷ്മദേവൻ്റെ മുന്നിൽ ശരീരം ഉപേക്ഷിക്കാൻ പോകുമ്പോൾ പരമാത്മാവ് അങ്ങനെ അത്രയും ദയോടെ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെ സംഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൻ്റെ ബന്ധം മൂലമാണ്. കാരണം ആ ഒരു ബന്ധം എന്ന് പറയുന്നതാണ് ശാശ്വതമായ ബന്ധം. അതൊരിക്കലും ശാരീരിക ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. അത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധമാണ്. പക്ഷേ പ്രഭാതർ അത് പ്രത്യേകം വിശദീകരിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ബന്ധം വളരെ പ്രസാദകരവും സ്വാഭാവികമായതിനാൽ അതുകൊണ്ടാണ് രാധാറാണിയുടെ കാമുകൻ, അതുപോലെ യശോദാമ്മയുടെ മകൻ, നന്ദമഹാരാജാവിൻ്റെ മകൻ എന്നൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുന്നത്. പക്ഷേ ഭഗവാൻ ശരിക്കും ആരുമായിട്ട് ശാരീരിക ബന്ധമൊന്നുമില്ല. പക്ഷേ ആ യശോദാമ്മയുടെയും മകനായിട്ടും നന്ദ മഹാരാജാവിൻ്റെ മകനായിട്ടുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹം തൻ്റെ ആ ലീലയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ബന്ധമുണ്ടെന്ന് തോന്നും നമുക്ക്. അതുപോലെ തന്നെ രാധാറാണിയുമായിട്ട് സ്നേഹബന്ധം കാരണം രാധാരമണ, രാധാകാന്ത, അതുപോലെ യശോദാനന്ദന, നന്ദനന്ദ അങ്ങനെ ഒക്കെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഭഗവാന്റെ ഭക്തരുടെയും ഒക്കെ പേര് വെച്ച് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഈ ശ്ലോകത്തിൽ നിന്ന്. അതായത് ഭീഷ്മദേവർ ആ ഭഗവാന്റെ അത്രയും അചഞ്ചലനായ സേവകനായതുകൊണ്ടും അത്രയും വലിയ ശുദ്ധഭക്തനായതുകൊണ്ടും മാത്രമാണ് ആ മരണസമയത്ത് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നത്. അത് ആ ഭഗവാനുമായുള്ള ശാശ്വതമായ ആ ഒരു ബന്ധം കാരണം മാത്രമാണ്. അപ്പോൾ നമ്മളും അങ്ങനെ ഭഗവാൻ മാത്രമാണ് നമ്മളെ സംരക്ഷിക്കാനുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും പൂർണ്ണമായും ഭഗവാനെ മാത്രം ആശ്രയിച്ചിരിക്കുക. ഭഗവാനോടുള്ള ഭക്തി എപ്പോഴും വളർത്തിയെടുത്ത് ആ ഭഗവാനിലേക്ക് എപ്പോഴും അടുക്കാനായിട്ട് ശ്രമിക്കുക. ഹരേ കൃഷ്ണ.